45 വയസ്സ് കഴിഞ്ഞു. സ്വന്തമായി ഒരു വീട് എന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണോ? ഈ പ്രായത്തിൽ ഹോം ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പലരും കരുതിയേക്കാം. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 45 കഴിഞ്ഞാലും ഹോം ലോൺ അപ്രൂവൽ എളുപ്പമാക്കാം. EMI തിരിച്ചടവ് ഒരു ഭാരമാകാതെ നോക്കുകയും ചെയ്യാം. ഇതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് സ്കോറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹോം ലോൺ അപ്രൂവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 45 വയസ്സിന് മുകളിലുള്ളവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബാങ്കുകൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 750 മുകളിൽ നിലനിർത്താൻ ശ്രമിക്കുക. ഇതിനായി ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും മറ്റ് ലോണുകളും EMIകളും കൃത്യസമയത്ത് അടയ്ക്കുക. ക്രെഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുത്തുക. മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ലഭിക്കാനും EMI കുറയ്ക്കാനും സാധ്യതയുണ്ട്. സ്ഥിരമായ വരുമാനം അത്യാവശ്യമാണ്. ലോൺ തരുന്നതിന് മുൻപ് ബാങ്കുകൾ നിങ്ങളുടെ സ്ഥിര വരുമാനം ഉറപ്പാക്കും. നിങ്ങൾ ജോലിക്കാരാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും വരുമാനത്തിൽ സ്ഥിരതയുണ്ടായിരിക്കണം. EMI കൃത്യമായി തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ബാങ്കിന് ബോധ്യപ്പെടണം. വരുമാനത്തിൽ അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയെയോ മക്കളെയോ പോലെയുള്ള ഒരാളെ സഹായ അപേക്ഷകനായി ചേർക്കുന്നത് പരിഗണിക്കാം. ലോൺ കാലാവധിയും EMIയും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. പ്രായം കൂടുമ്പോൾ ഹോം ലോണിന് അപേക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ ദൈർഘ്യമുള്ള ലോൺ കാലാവധി തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കൂടിയ കാലാവധിയുള്ള ലോൺ അപേക്ഷകർ ബാങ്കുകൾ നിരസിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ കാലാവധി തിരഞ്ഞെടുക്കുന്നതിന് പലിശ ലാഭം കുറയ്ക്കാൻ സഹായിക്കും. ഡൗൺ പേയ്മെന്റ് തുക കൂട്ടി ലോൺ തുക കുറയ്ക്കുക. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ബാങ്കുകൾ കുറഞ്ഞ ലോൺ ടു വാല്യൂ റേഷ്യോ ആയിരിക്കും വാഗ്ദാനം ചെയ്യുക. അതായത് വസ്തുവിന്റെ വിലയുടെ 20% മുതൽ 30% വരെ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയി നൽകേണ്ടി വന്നേക്കാം. അതിനാൽ ഡൗൺ പേയ്മെന്റ് പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ലോൺ തുക കുറയ്ക്കുകയും പലിശ, EMI എന്നിവ കുറയ്ക്കുകയും ചെയ്യും. ഇതിനായി നിങ്ങളുടെ സമ്പാദ്യം, സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങൾ ഉപയോഗിക്കാം. വിവിധ ബാങ്കുകളുടെ ഹോം ലോൺ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക. ലോൺ എടുക്കുന്നതിന് മുൻപ് വിവിധ ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക. ചില ബാങ്കുകൾ 45 വയസ്സിന് മുകളിലുള്ളവർക്കായി പ്രത്യേകം സ്കീമുകൾ നൽകാറുണ്ട്. ഇവ വിരമിക്കലിന് ശേഷമുള്ള വരുമാനം കൂടി കണക്കിലെടുക്കുന്നവയായിരിക്കും. സർക്കാർ ബാങ്കുകളുടെ സ്കീമുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം അവയുടെ പലിശ നിരക്ക് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി, 45 വയസ്സിനു ശേഷം ഹോം ലോൺ എടുക്കുമ്പോൾ ഒരു ഹോം ലോൺ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ല തീരുമാനമായിരിക്കും. എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായാൽ ലോൺ തിരിച്ചടയ്ക്കുമെന്ന് ഇത് ബാങ്കിന് ഉറപ്പു നൽകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 45 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം വീടെന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാം. ശരിയായ പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ ഹോം ലോൺ യാത്ര എളുപ്പമാക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.